Hello students, this is Manoj. Welcome to the topic solution. In this session, we'll discuss about what is solution, what are the different types of solution, what are the different types of concentration terms involved. ഈ ടോപ്പിക്കിനകത്ത് നമ്മൾ സൊല്യൂഷൻ എന്താണ്, വ്യത്യസ്ത തരത്തിലുള്ള സൊല്യൂഷൻ ഏതൊക്കെയാണ്, എങ്ങനെ നമുക്ക് സൊല്യൂഷനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, ഏതൊക്കെ കോൺസെൻട്രേഷൻ ടേംസ് ആണ് നമ്മൾ സൊല്യൂഷനിൽ ഉപയോഗിക്കുന്നത്, നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, ഇതൊക്കെയായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക ഈ സെഷനകത്ത്. ഓക്കെ, സോ ലെറ്റ് us begin. ഈ ടോപ്പിക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് വാട്ട് ഈസ് സൊല്യൂഷൻ. ഇതിൻ്റെ ഡെഫിനേഷനാണ് സൊല്യൂഷൻ ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് two or more substances or two or more components which may be in either same or different physical states. അപ്പോൾ ഈ ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് ദ സൊല്യൂഷൻ ഒരേ കോൺസെൻട്രേഷൻ ആയിരിക്കും. ഉദാഹരണത്തിന് നമ്മൾ ഒരു ബീക്കർ വെള്ളം എടുക്കുന്നു, അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് സോഡിയം ക്ലോറൈഡ് ലയിപ്പിക്കുകയാണ്. നമ്മൾ ഏത് ഭാഗത്തുനിന്ന് സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാലും ഒരേ അളവിലായിരിക്കും അതിൽ ഉപ്പിൻ്റെ അംശം. ഇതിനാണ് ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറയുന്നത്. എന്നാൽ നോൺ ഹോമോജീനിയസ് ആയിട്ടുള്ള പലതരം മിക്സ്ചേഴ്സ് പോസിബിളാണ്. ഉദാഹരണത്തിന് പഞ്ചസാരയിലേക്ക് നിങ്ങൾ കുറച്ച് കാപ്പിപ്പൊടി ആഡ് ചെയ്യുകയാണെന്ന് വെച്ചോ, ഇപ്പോൾ എല്ലാ ഭാഗത്തും ഒരേ അളവിൽ കാപ്പിപ്പൊടി എത്തണം എന്നില്ല. ഓക്കെ, അതാണ് നോൺ ഹോമോജീനിയസ് മിക്സ്ചർ. പിന്നെ കോമ്പോണൻറ്റ്സ്, അതിൽ വ്യത്യസ്ത സബ്സ്റ്റൻസ്, രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആയിട്ടുള്ള സബ്സ്റ്റൻസ് കൂടിച്ചേരുന്ന സമയത്താണ് നമുക്ക് സൊല്യൂഷൻ കിട്ടുന്നത്. വെറും രണ്ട് സബ്സ്റ്റൻസ് ആണെങ്കിൽ നമ്മൾ അതിനെ ബൈനറി സൊല്യൂഷൻ എന്ന് പറയും. ബൈനറി സൊല്യൂഷനിൽ ഒരു സബ്സ്റ്റൻസിൻ്റെ അളവ് കൂടുതലായിരിക്കും. ആ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ സോൾവെൻ്റ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ വെള്ളം ഒരു സോൾവെൻ്റാണ്, ഉപ്പ് സൊല്യൂട്ടാണ്. ഓക്കെ, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സൊല്യൂഷനെ ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സോളിഡ്, ലിക്വിഡ് ഓർ എ ഗേഷ്യസ് സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ. അപ്പോൾ നമുക്ക് ആ ക്ലാസിഫിക്കേഷനിലേക്ക് ഒന്ന് പോവാം. ഓക്കെ, അപ്പോൾ 3 ടൈപ്പ് സൊല്യൂഷനാണ് ഇപ്പം നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഒന്നാണ് ഗേഷ്യസ് സൊല്യൂഷൻ, മറ്റേത് ലിക്വിഡ് സൊല്യൂഷൻ, പിന്നെ ഉള്ളത് സോളിഡ് സൊല്യൂഷൻ. അതിന് ഫർദറായിട്ട് നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 9 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൊല്യൂഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പോൾ ഒരു സൊല്യൂഷൻ ഗേഷ്യസ് സൊല്യൂഷൻ എപ്പോഴാണ് ആവുന്നത്? അതിൻ്റെ സോൾവെൻറ്റ് ഗ്യാസ് ആകുമ്പോൾ. ഇതേമാതിരി തന്നെ സോൾവെൻറ്റ് ലിക്വിഡ് ആണെങ്കിൽ ലിക്വിഡ് സൊല്യൂഷനായി മാറും. സോൾവെൻറ്റ് സോളിഡ് ആണെങ്കിൽ അതൊരു സോളിഡ് സൊല്യൂഷനായിരിക്കും. ഇപ്പോൾ ഗ്യാസ് ഇൻ ഗ്യാസ് എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടും ഗ്യാസാണ്, സോൾവെൻറ്റും ഗ്യാസ്. അതിനെയാണ് നമ്മൾ ഗ്യാസ് ഇൻ ഗ്യാസ് എന്ന് പറയുന്നത്. എൻ്റെ നല്ലൊരു ഉദാഹരണമാണ്, ഏതെങ്കിലും 2 ഗ്യാസിനെ നമ്മൾ മിക്സ് ചെയ്യുകയാണെങ്കിൽ, നോൺ റിയാക്ടിങ് ആയിട്ടുള്ള 2 ഗ്യാസിനെ നമ്മൾ മിക്സ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ഗ്യാസ് ഇൻ ഗ്യാസാണ്. ഇപ്പോൾ ഓക്സിജനും നൈട്രജനും ഇത് തമ്മിൽ റിയാക്ട് ചെയ്യും, പക്ഷേ അറ്റ് ഹൈ ടെമ്പറേച്ചറിൽ മാത്രമേ റിയാക്ട് ചെയ്യുള്ളൂ. അപ്പം ഒരു റൂം ടെമ്പറേച്ചറിൽ നമുക്കിതിനെ ഓക്സിജൻ നൈട്രജൻ ഗ്യാസിൻ്റെ ഒരു മിക്സ്ചറിനെ ഗ്യാസ് ഇൻ ഗ്യാസ് എന്ന് പറയുന്ന ഗേഷ്യസ് സൊല്യൂഷനായിട്ട് കണക്കാക്കാൻ പറ്റും. ഇതേമാതിരി ലിക്വിഡ് ഇൻ ഗ്യാസ്, ഏതെങ്കിലും ലിക്വിഡിനെ നമ്മൾ ഗ്യാസിനകത്ത് ഡിസോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലിക്വിഡ് ഇൻ ഗ്യാസ്. ഇതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ് ക്ലോറോഫോം മിക്സ്ഡ് വിത്ത് നൈട്രജൻ ഗ്യാസ്. ക്ലോറോഫോമിനെ നൈട്രജൻ ഗ്യാസായിട്ട് മിക്സ് ചെയ്ത് ഒരു സൊല്യൂഷനാണ് ലിക്വിഡ് ഇൻ ഗ്യാസ്. സോളിഡ് ഇൻ ഗ്യാസ്, സോളിഡ് ഇൻ ഗ്യാസിൻ്റെ എക്സാമ്പിളാണ് കാംഫർ ഇൻ നൈട്രജൻ. കാംഫർ ഇൻ നൈട്രജൻ. ഇതിൻ്റെ ഉദാഹരണങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടതാണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. അടുത്താണ് ലിക്വിഡ് സൊല്യൂഷൻ. ലിക്വിഡ് സൊല്യൂഷനിൽ സോൾവെൻ്റ് എന്തായിരിക്കും? ലിക്വിഡ് ആയിരിക്കും. അപ്പോൾ ഗ്യാസ് ഇൻ ലിക്വിഡ്, അതിൻ്റെ ഉദാഹരണം ഓക്സിജൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. അതിനാണ് ഡിസോൾവ്ഡ് ഓക്സിജൻ എന്ന് പറയുന്നത്. ഡിസോൾവ്ഡ് ഓക്സിജൻ. ലിക്വിഡ് ഇൻ ലിക്വിഡ്, 2 ലിക്വിഡ് കൂടി ചേർന്ന് ഉണ്ടാവുന്ന സൊല്യൂഷൻ. എത്തനോൾ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. Ethanol dissolved in water is an example of liquid in liquid. Glucose dissolved in water ആണ് solid in liquid എക്സാമ്പിൾ. അല്ലെങ്കിൽ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ salt dissolved in water, നിങ്ങളുടെ സോഡിയം ക്ലോറൈഡ് dissolved in water.
ഇനി സോളിഡ് സൊല്യൂഷനിൽ സോൾവെൻ്റ് ഏതാണ്? സോളിഡാണ്. അപ്പം അതിൻ്റെ എക്സാമ്പിൾസാണ് ഹൈഡ്രജൻ ഇൻ പലേഡിയം. ഹൈഡ്രജൻ ഗ്യാസിനെ നമ്മൾ പലേഡിയത്തിനകത്ത് നമുക്ക് ഡിസോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഗ്യാസ് ഇൻ സോളിഡിൻ്റെ ഉദാഹരണം കിട്ടും. ലിക്വിഡ് ഇൻ സോളിഡിൻ്റെ ഉദാഹരണമാണ് മെർക്കുറി വിത്ത് സോഡിയം. എന്ത് സംഗതിൻ്റെ മെർക്കുറിൻ്റെ കൂടെ നമ്മൾ കൂട്ടിച്ചേർത്താൽ നമ്മളതിനെ അമാൽഗം എന്ന് പറയും. ഓക്കെ, മെർക്കുറി വിത്ത് സോഡിയം. ഇൻ സോളിഡിൻ്റെ എക്സാമ്പിൾസാണ് അലോയ്സ്. സോളിഡ് ഇൻ സോളിഡിനകത്ത് തന്നെ ലയിപ്പിക്കുന്നതിൻ്റെ ഉദാഹരണമാണ് അലോയ്. നിങ്ങളുടെ 916 ഗോൾഡ് അതൊരു ലൈന്. ബ്രാസ്, ബ്രോൺസ്, ഇതൊക്കെ എന്തിൻ്റെ എക്സാമ്പിളാണ്? സോളിഡ് ഇൻ സോളിഡിൻ്റെ. ഓക്കെ, നമ്മൾ സൊല്യൂഷൻ എന്താണെന്ന് മനസ്സിലാക്കി, ബൈനറി സൊല്യൂഷൻ എന്താണെന്ന് മനസ്സിലാക്കി, അതിൻ്റെ വ്യത്യസ്ത ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് മനസ്സിലാക്കി. ഇനി പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് എക്സ്പ്രഷൻസ് ഓഫ് കോൺസെൻട്രേഷൻ? കോമ്പോസിഷനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന കോൺസെൻട്രേഷൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ പല തരത്തിലുള്ള എക്സ്പ്രഷൻസ് ഉണ്ട് ഈ കോൺസെൻട്രേഷന്. ഓരോ സാഹചര്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ആ എക്സ്പ്രഷൻസ് യൂസ് ചെയ്യാവുന്നതാണ്. ഓരോ എക്സ്പ്രഷനും അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു എക്സ്പ്രഷനാണ് കോൺസെൻട്രേഷൻ്റെ മാസ് പെർസെൻറ്റേജ്. ഇതിൽ W/W എന്ന് പറഞ്ഞാൽ വെയ്റ്റ് ബൈ വെയ്റ്റ് ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ശതമാനം. അപ്പം മാസിൻ്റെ ശതമാനം കണക്കാക്കുന്നതിനാണ് മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സൊല്യൂട്ടിൻ്റെ വെയ്റ്റ് എടുക്കും, അതിനെ സൊല്യൂഷൻ്റെ വെയ്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ശതമാനം കണക്കാക്കും. അതാണ് മാസ് പെർസെൻറ്റേജ്. അതിൻ്റെ ഒരു ഉദാഹരണത്തിലേക്ക് നമുക്ക് കിടക്കാം. ഇങ്ങനെ ഉദാഹരണം എടുക്കുക. നമുക്ക് 10 ഗ്രാം ഫ്രക്ടോസ് നമ്മൾ 90 ഗ്രാം വെള്ളത്തിനകത്ത് ഡിസോൾവ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ശതമാനം കണക്കാക്കാൻ പറ്റുക? 10 ഗ്രാം ഫ്രക്ടോസ് 10 ഡിവൈഡഡ് ബൈ 90 ഗ്രാം വാട്ടർ. അപ്പോൾ ടോട്ടൽ ഗ്രാംസ് ഓഫ് സൊല്യൂഷൻ എന്തായിരിക്കും? 10 + 90, ദാറ്റ് ഈസ് 100 grams ഓഫ് സൊല്യൂഷൻ. അപ്പോൾ 10/100 × 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 10%. അങ്ങനെയാണ് വെയ്റ്റ് ബൈ വെയ്റ്റ് പെർസെൻറ്റേജ് തീരുമാനിക്കുന്നത്. വെയ്റ്റ് ഓഫ് ദ കോമ്പണൻറ്റ് ഓർ വെയ്റ്റ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100. അതാണ് നമ്മുടെ മാസ് പെർസെൻറ്റേജ്. ഓക്കെ, പിന്നെ ഈ എക്സ്പ്രഷൻ, ഈ കോൺസെൻട്രേഷൻ നമ്മൾ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനിലാണ് നമ്മൾ ഉപയോഗിക്കാറ്. ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനിൽ അടുത്ത കോൺസെൻട്രേഷൻ ടേമാണ് വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ്, V/V പെർസെൻറ്റേജ്, അല്ലെങ്കിൽ വോളിയം പെർസെൻറ്റേജ് എന്ന് പറയും. വെയ്റ്റ് പെർസെൻറ്റേജിൽ വെയ്റ്റിൻ്റെ പകരം നമ്മൾ വോളിയം ഓഫ് ദി കോമ്പണൻറ്റ്, ലിക്വിഡാണ് നമ്മുടെ സൊല്യൂട്ട് എങ്കിൽ നമുക്ക് അതിൻ്റെ വെയ്റ്റ് എടുക്കുന്നതിനേക്കാൾ എളുപ്പം വോളിയം എടുക്കുന്നതാണ്. അപ്പോൾ വോളിയം ഓഫ് ദി സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലാണ് നമുക്ക് വോളിയം പെർസെൻറ്റേജ് കിട്ടുന്നത്. ഉദാഹരണത്തിന് നമ്മൾ 10 ml മെത്തനോൾ, അതിനെ നമ്മൾ 90 ml വെള്ളത്തിനകത്ത് ലയിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ശതമാനം കണക്കാക്കുമ്പം 10 ml മെത്തനോൾ ഡിവൈഡഡ് ബൈ 100 ml ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100 ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് 10% മെത്തനോൾ എന്നുള്ള ഉത്തരം കിട്ടും. അപ്പം ഇത് നമുക്ക് എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏത് കേസിലാണ്? നിങ്ങളുടെ ലിക്വിഡ് സൊല്യൂഷൻ, നിങ്ങളുടെ സൊല്യൂട്ടും സോൾവെൻറ്റും രണ്ടും ലിക്വിഡ് ആണെങ്കിൽ നമുക്കിതിനെ വോളിയം പെർസെൻറ്റേജിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും കോൺസെൻട്രേഷൻ. ഇനി വളരെ കുറഞ്ഞ അളവിന് നമ്മൾ പറയുന്നതാണ് ട്രേസ് ക്വാണ്ടിറ്റീസ്. ഉദാഹരണത്തിന് ലെഡ്, ജലാംശത്തിലുള്ള ലെഡിൻ്റെ അംശം
വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഭയങ്കര ടോക്സിക്കാണ്. സൾഫർ ഡയോക്സൈഡ്, നമ്മുടെ പല പൊല്യൂട്ടൻസും അതിൻ്റെ അളവ് നമ്മൾ രേഖപ്പെടുത്തുന്നത് പാർട്സ് പെർ മില്യണിലാണ്. മില്യൺ എന്ന് പറഞ്ഞാൽ 10⁶. ശതമാനം എന്ന് പറയുമ്പം പാർട്സ് പെർ 100 ആണെങ്കിൽ മില്യൺ എന്ന് പറയുമ്പം 10⁶ ആണ്. ഓക്കെ, പാർട്സ് പെർ മില്യൻ്റെ കാൽക്കുലേഷൻ ശതമാനം കാൽക്കുലേറ്റ് ചെയ്യുന്ന മാതിരി തന്നെ വെയ്റ്റ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ദ വെയ്റ്റ് ഓഫ് സൊല്യൂഷൻ. പക്ഷേ പെർസെൻറ്റേജിൽ ഇൻറ്റു 10⁻100 ആണെങ്കിൽ പാർട്സ് പെർ മില്യണിൽ അത് 10�6 ആയിരിക്കും. അപ്പം വെയ്റ്റിൻ്റെ പകരം ഗ്യാസസ് ആണെങ്കിൽ നമുക്ക് വോള്യൂമാണ് എടുക്കാൻ പറ്റുക. വോള്യൂം എളുപ്പമാണ്. അപ്പോൾ വോള്യൂം ഓഫ് ദി കോമ്പൊനൻറ്റ്, ഏത് കോമ്പൊനൻറ്റിൻ്റെ പാർട്സ് പെർ മില്യൺ ആണോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, വോള്യൂം ഓഫ് ദി കോമ്പൊനൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോള്യൂം ഓഫ് ദി കോമ്പൊനൻറ്റ്സ് അല്ലെങ്കിൽ ടോട്ടൽ വോള്യൂം ഓഫ് ദി സൊല്യൂഷൻ ഇൻറ്റു 10⁶. ഇനി ചില പൊല്യൂട്ടൻസ് സോളിഡ് പാർട്ടിക്കിൾസ് ആണെങ്കിൽ, ഗ്യാസിനകത്തുള്ള സോളിഡ് പാർട്ടിക്കിൾസ് ആണ് പൊല്യൂട്ടൻ്റ് ആയി വരുന്നതെങ്കിൽ, അപ്പോൾ അവിടെ നമ്മൾ വെയ്റ്റ് ഓഫ് ദി സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ വോള്യൂം ഓഫ് ദി സൊല്യൂഷൻ ആണ് എടുക്കുക. ഓക്കെ, അപ്പം ഇത്തരത്തിലുള്ള കോൺസെൻട്രേഷൻ ടേംസ് വളരെ കുറഞ്ഞ അളവിലുള്ള അല്ലെങ്കിൽ ട്രേസ് ക്വാണ്ടിറ്റീസ് ഓഫ് സബ്സ്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഈ ചാപ്റ്ററിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കോൺസെൻട്രേഷൻ ടേമാണ് മോൾ ഫ്രാക്ഷൻ. അതിന് ശരിക്കും യൂണിറ്റ് ഇല്ല, കാരണം അതൊരു റേഷ്യോ ആണ്. ഇപ്പം നമ്മുടെ കയ്യിൽ 2 കോമ്പൊനൻ്റ് ഉണ്ടെന്ന് വെച്ചോ. അപ്പം അതിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ കോമ്പൊനൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ ദ കോമ്പൊനൻറ്റ്സ്, എല്ലാ കോമ്പൊനൻറ്റ്സിൻ്റെ നമ്പർ ഓഫ് മോൾസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ റേഷ്യോനെയാണ് നമ്മൾ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇത് മിക്കവാറും ഗേഷ്യസ് മിക്സ്ചറിൻ്റെ കേസിലാണ് നമ്മൾ ഉപയോഗിക്കാറ്. ഇതിൻ്റെ കാൽക്കുലേഷൻ വളരെ സിമ്പിളാണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് 2 കോമ്പൊനൻ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, എയും ബിയും. നമ്പർ ഓഫ് മോൾസ് ഓഫ് എന NA എന്നും നമ്പർ ഓഫ് മോൾസ് ഓഫ് ബിന NB എന്നും പറയുകയാണെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് എ വിൽ ബി NA ഡിവൈഡഡ് ബൈ NA പ്ലസ് NB. മോൾ ഫ്രാക്ഷൻ ഓഫ് ബി വിൽ ബി ഈക്വൽ ടു NB ഡിവൈഡഡ് ബൈ NA പ്ലസ് NB. ഇനി ഏതെങ്കിലും ഒരു മോൾ ഫ്രാക്ഷൻ കണ്ടാൽ മറ്റൊരു മോൾ ഫ്രാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ബൈനറി സൊല്യൂഷൻ്റെ കേസിൽ വെറും 2 കോമ്പൊനൻറ്റ് മാത്രം ഉണ്ടാവുകയാണെങ്കിൽ ഒരു മോൾ ഫ്രാക്ഷൻ കണ്ടാൽ മതി, മറ്റേ മോൾ ഫ്രാക്ഷൻ കാണാൻ വളരെ എളുപ്പമാണ്. ഉദാഹരണത്തിന് മോൾ ഫ്രാക്ഷൻ ഓഫ് ബി വിൽ ബി ഈക്വൽ ടു 1 മൈനസ് മോൾ ഫ്രാക്ഷൻ ഓഫ് എ. ഓക്കെ.